ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും 2 രാജാക്കന്മാർ 23 അധ്യായം 23 വാക്യം. യോശിയ രാജാവിന്റെ 18 ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. യോശിയ രാജാവ് ദൈവത്തെ ആരാധിക്കുന്ന പുരുഷനായിരുന്നു. അങ്ങനെ യോശിയ രാജാവ് തൻ്റെ 18 വയസ്സിൽ യഹോവയെ ആരാധിക്കുന്നതിന്, യഹോവയ്ക്ക് പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിന് മുൻപോട്ടിറങ്ങി. രാജാവ് മുൻപോട്ടിറങ്ങുമ്പോൾ ജനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങും. രാജാവ് തെറ്റുകാരനാണെങ്കിൽ ജനങ്ങളും അതിൻ്റെ പുറകെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. രാജാവാണ് ഇറങ്ങിയത്. യോശിയ രാജാവാണ് ഇസ്രായേൽ ജനങ്ങളെ ഭരിക്കുന്നതായ സമയത്ത് ദൈവത്തെ ആരാധിക്കുന്ന പുരുഷനായി ദൈവത്തെ അറിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം ജനങ്ങൾക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട്. സൃഷ്ടി നടത്തിയതായ ഈശ്വരനെ എല്ലാവരും, സൃഷ്ടിയായ ജനങ്ങളെല്ലാം ആരാധിക്കണം എന്നുള്ളതാണ്. യോശിയാവിന് മുൻപിട്ടുണ്ടായിരുന്നതായ രാജാക്കന്മാർ ദൈവത്തെ ആരാധിക്കാത്തവരും, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്തവരും അവരുടേതായ തെറ്റായ പ്രവൃത്തികളിൽ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതും ആയി. യോശിയാവിൻ്റെ മുൻപോട്ടുണ്ടായിരുന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ആമോസിൻ്റെ കാലത്ത് ദൈവത്തെ ആരാധിക്കുന്നില്ലായിരുന്നു. അതിനു മുൻപ് മനശ്ശെയുടെ കാലത്തും ദൈവത്തെ ആരാധിക്കുന്നില്ലായിരുന്നു. അതായത് പെസഹ ആചരിക്കുന്നില്ലായിരുന്നു. യഹോവയുടെ മന്ദിരത്തിൽ പെസഹ ആചരിക്കുന്നത് യഹോവയെ ആരാധിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾക്ക് അറിയാവുന്നതാണ്. 12 അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങൾ നേരത്തെ പാർത്തിരുന്നതായ ഈജിപ്റ്റ് രാജ്യത്ത് നിന്ന് അടിമകളായി പാർത്തിരുന്നതായ ഈജിപ്റ്റ് ദേശത്ത് നിന്നും യഹോവ അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ ദേശം, അതായത് നേരത്തെ അബ്രഹാമിന് കൊടുത്തതായ ദേശത്തേക്ക് അവർ പോകേണ്ടതാണ്. അബ്രഹാമിന് കൊടുത്ത ഭൂമി ചില കാരണങ്ങൾ കൊണ്ട് പിൻതലമുറയ്ക്ക് അത് കിട്ടാതെ പോവുകയും അവിടെ ക്ഷാമം വരികയും യോസേഫും കുടുംബവും ഈജിപ്തിലേക്ക് പോവുകയും ചെയ്തു. ഈ ഭക്ഷണം വാങ്ങാൻ പോയവര് യോസേഫ് യാദൃശ്ചികമായി അവിടെ എത്തപ്പെട്ടു. അതിനുശേഷം യാക്കോബ് തൻ്റെ മക്കളോടുകൂടി ഭക്ഷണത്തിനു വേണ്ടി ഈജിപ്തിൽ പോയി. പിന്നെ അവരുടെ തലമുറകൾ അങ്ങനെ ഈജിപ്തിൽ തന്നെ കഴിയുകയാണ്. ഈജിപ്തിൽ കഴിയുമ്പോൾ മിസ്രൈം ദേശത്ത് കഴിയുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞുപോയി. യോസേഫിനെ അറിയാത്തതായ മിസ്രൈമ്യ രാജാക്കന്മാർ ഈജിപ്തിനെ ഭരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ദുർദശയും തുടങ്ങി. ആരുടെ? ഇസ്രായേൽ ജനങ്ങളുടെ, ജോസഫിൻ്റെ തലമുറയിൽ, യാക്കോബിൻ്റെ തലമുറയിൽ. അങ്ങനെ അവരുടെ ജനങ്ങൾ പെറ്റുവരികി കൂടുതലുണ്ട്. എത്ര ഉണ്ടെന്ന് ഊഹം ചിലർ 6000 ഒരു ഹിന്ദി ബൈബിളിൽ കണ്ടത് 6000 ബൈബിളിൻ്റെ താഴെ നോട്ട് എഴുതിയതായിട്ട് കണ്ടു. എന്നാൽ 6 ലക്ഷം വരെ ഉണ്ടായിരുന്നു എന്ന് ചില എഴുത്തുകളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ പെരുകിയപ്പോൾ അവർക്ക് ഈജിപ്തിൽ അടിമപ്പണിയാണ് ചെയ്യിപ്പിച്ചിരുന്നത്. അതായത് നിലത്തെ മണ്ണുകൊണ്ട്
കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കുന്ന ജോലിയാണ്, കഠിന ജോലിയാണ്. ഇഷ്ടിക ചുടാൻ വേണ്ടി വിറക് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം വിറകും കൊടുക്കുന്നില്ല, അവർ കച്ചി ശേഖരിക്കണമെന്നായി. നാട്ടുമ്പുറത്തൊക്കെ ഉണങ്ങിക്കിടക്കുന്നതായ കച്ചി വയലിൽ പോയി ശേഖരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവരെ വിടുവിക്കേണ്ടതിനു വേണ്ടി, അവരെ അവിടുന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കനാൻ ദേശത്തേക്ക് പോകേണ്ടതിനു വേണ്ടി അവിടുത്തെ മിസ്രയീം രാജാവ് വിടുന്നതുമില്ല. അവരെയും കൊണ്ട് കഠിന ജോലി ചെയ്യിപ്പിക്കും, അടിമ പണി ചെയ്യുന്നു. തുച്ഛമായ ആഹാരത്തിനു വേണ്ടി അവർ പണി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അവരുടെ നേതാവായിട്ട് പോകേണ്ടതിനായ, ലീഡർഷിപ്പ് എടുക്കേണ്ടതിനായി മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. മോശ ആദ്യമേ സ്വീകരിച്ചില്ല എങ്കിലും, ഒഴികഴിവുകൾ പറഞ്ഞുവെങ്കിലും, ദൈവം മോശയുടെ സഹോദരനെയും കൂടെ കൂട്ടി ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ്, അങ്ങനെ നടക്കുമ്പോൾ ഈജിപ്തിലെ രാജാവ് ഇസ്രായേൽ മക്കളെ വിട്ടയക്കുന്നില്ല. അതിന് 10 ബാധകൾ അവിടെ സംഭവിക്കുന്നു. നദിയിലെ വെള്ളം രക്തമായി തീരുന്നു. മോശയുടെ വടിയിൽ കൊണ്ട് അടിക്കുന്നതനുസരിച്ച് നദിയിലെ വെള്ളം രക്തമായി തീരുന്നു. മത്സ്യങ്ങൾ ചാകുന്നു. തവളയുടെ ശല്യം വരുന്നു. നായിച്ച ത്തിന്റെ വ്യാധി, ചെരങ്ങ്, ചൊറിച്ചിൽ, കൽമഴ, വെട്ടിക്കിളി എന്നിങ്ങനെ ഉള്ള വ്യാധികളാണ് അവിടെ സംഭവിച്ചത്. അവസാനത്തെ വ്യാധിയായിട്ട് ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് സംഭവിക്കുവാൻ പോകുന്നു. 10ാമത്തെ മിസ്രയീമിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങൾ മരിച്ചു പോകുമെന്നാണ്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ മക്കൾ മരിക്കാതിരിക്കേണ്ടതിന് പെസഹ ആചരിച്ച് ആട്ടിൻകുട്ടിയെ യാഗം ചെയ്തിട്ട് അതിൻ്റെ രക്തം കൊണ്ട് അവരുടെ കടളക്കാലുകളിൽ തേച്ചാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പോകുമ്പോൾ അവരെ ഉപദ്രവിക്കാതെ കടന്നുപോകും. അങ്ങനെ അതിന് മുൻപായിട്ട് ആചരിക്കേണ്ടതാണ് പുളിപ്പില്ലാത്ത അപ്പം. പുളിപ്പില്ലാത്ത അപ്പവും യാഗവും കഴിഞ്ഞിട്ട് അവരെ മറ്റ് കടിഞ്ഞൂലുകളെല്ലാം ചത്തുപോയപ്പോൾ, മിസ്രയീമിലെല്ലാം നശിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അതനുസരിച്ച് മോശ അവരെയും കൊണ്ട്, ഇസ്രായേൽ ജനതയെയും കൊണ്ട് മരുഭൂമിയിലേക്ക് അപ്പോൾ രാത്രിയിൽ തന്നെ പോകുന്നുണ്ട്. അവരതിനു മുൻപിട്ട് ആചരിക്കുന്നതായ ഒരു യാഗമാണ് പെസഹ യാഗം. പുളിപ്പില്ലാത്ത അപ്പവും ആടിനെ യാഗം ചെയ്യുകയുമാണ്. ആടിനെ യാഗം ചെയ്ത് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടളകളിൽ പുരട്ടുന്നത് തന്നെയാണ് കാര്യമായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നതിന് പെസഹായായിട്ട്. അങ്ങനെ പിൻകാലത്തും ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ലീഡർഷിപ്പിൽ നിൽക്കുന്നതായ മോശയോട് ദൈവം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു: എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്, എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം തന്നെ ഫറവോയുടെ, അതായത് ആ രാജാവിൻ്റെ മനസ്സിനെ കഠിനപ്പെടുത്തിയിട്ട് ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കുന്നില്ല. പിന്നെ അവിടെ ബാധകൾ നടക്കുന്നുണ്ട്. അവസാനത്തേന് പെസഹ നടത്തി അവർ രക്ഷപ്പെട്ടു പോരുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. അന്ന് നടന്നതായ പെസഹ യാഗം വീണ്ടും ഇസ്രായേൽ മക്കൾ ആചരിക്കണം എന്നുള്ള, ദൈവത്തെ ആരാധിക്കുന്നതിന് ആ പെസഹ യാഗം ചെയ്യണം, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി. അതായത് എല്ലാ ജനങ്ങളുടെയും പാപങ്ങൾ പരിഹാരമാകേണ്ടതിനു വേണ്ടി അന്നുള്ളതായ രീതിയായിരുന്നു
ആട്ടിൻകുട്ടിയെ അറുക്കുക, ആട്ടിൻകുട്ടിയെ സമർപ്പിച്ച് യാഗം ചെയ്യുന്നത്. ഇന്ന് അത് ഇല്ല. ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിന് ഞാൻ യഹോവ ആകുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതായത് ഫറവോന്റെയും കൂട്ടരുടെയും ഹൃദയം കഠിനമാക്കി അവർ തീരുമാനങ്ങൾ മാറ്റിയത്, വീണ്ടും വീണ്ടും അവിടെ ബാധകൾ വന്നത്, ബാധകൾ ദൈവം അയച്ചിട്ട് വന്നത്, അതെല്ലാം ജനങ്ങൾ അറിയുന്നത്, സർവഭൂമിയിലെയും ജനങ്ങൾ അറിയേണ്ടതിനു വേണ്ടി, എന്നും എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ അറിയേണ്ടതിനു വേണ്ടി ദൈവം ആ ദുഷ്കട സമയത്ത് നിന്ന് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടത്, പിന്നെ ഉണ്ടാകുന്ന ജനങ്ങളോട് വിവരിക്കേണ്ടതിന് ഞാൻ യഹോവയാകുന്നു, അവർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം യഹോവയാകുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, എന്നുള്ള ജനങ്ങൾ അറിയേണ്ടതിന്. അതാണ് അവിടെ ഹൃദയം കാഠിന്യം ഫറവോയ്ക്ക് വരാൻ കാരണമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ അവർ പുളിപ്പില്ലാത്ത അപ്പവും, അതിന് പെസഹ പ്രാർത്ഥനയായിട്ടാണ് 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ അവർ തിരിക്കുന്ന സമയം മുതൽ അവരുടെ തീയതിയും മാറുന്നുണ്ട്. ആ മാസം 10-ാം തീയതിയായിരുന്നു. 14-ാം തീയതി പെസഹ ആചരിച്ചു. അത് യാഗം ചെയ്തിട്ട് തീയിൽ ചുട്ട മാംസവും ഭക്ഷിച്ച് അവർ പുളിപ്പില്ലാത്ത അപ്പവും ഭക്ഷിച്ചിട്ട് മറ്റിടത്ത് എതിര് നിന്നവർക്ക്, ഇസ്രായേൽ ജനങ്ങളോട് എതിര് നിന്നവരായ സ്വാഭാവികമായിട്ടും ദുഷ്ടത പ്രവർത്തിക്കുന്നതായ ജനങ്ങളുടെ കടിഞ്ഞൂലുകൾ നഷ്ടപ്പെട്ടു. അവരൊത്തിരി പ്രയാസപ്പെടുന്നു. ആ സമയത്ത് ഇസ്രായേൽ ജനങ്ങൾ അവിടുന്ന് ഇറങ്ങി അവരുടെ പുറപ്പാട് തുടങ്ങി. പുറപ്പാട് പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ ചുറ്റിക്കറങ്ങി. ഇസ്രായേൽ മക്കൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. തെറ്റുകൾ വരുമ്പോഴൊക്കെ ദൈവം അവരെ സൃഷ്ടിക്കുന്നുണ്ട്. അവർ നേർവഴി പോകേണ്ടതിനു വേണ്ടി ദൈവം സൃഷ്ടിച്ച് നടത്തുന്നുണ്ട്. എല്ലാ മനുഷ്യരോടും ദൈവം ചെയ്യുന്നതും അതാണ്. നേരായ പ്രവൃത്തിയിൽ നടക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പുകാരുടെ ആണെങ്കിൽ പോലും എല്ലാ ജനങ്ങളെയും ദൈവത്തിന് ഇഷ്ടമാണ്. ആ ദൈവം അവരെ നടത്തുകയും ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കൊടുക്കുന്നതായ അങ്ങനെ 40 വർഷം മരുഭൂമിയിൽ നടന്നിട്ട് അവസാനം 40 വർഷം താമസിച്ചു പോയതിൻ്റെ അത് താമസിച്ച ശിക്ഷയാണ്. അങ്ങനെ അവർ കനാൻ ദേശത്ത് എത്തി. ആ കനാൻ ദേശത്ത് ആ ഭാഗം അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് കൊടുത്തിരുന്നതായ ദേശങ്ങൾ മറ്റാൾക്കാരൊക്കെ കൈയടക്കി കഴിഞ്ഞു. അവരെ അവിടുന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചു. ദൈവം സഹായിച്ചു അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അവർ കനാൻ ദേശത്ത് താമസിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. കനാൻ ദേശത്ത് താമസം തുടങ്ങിയപ്പോൾ ഓരോ സമയത്തും ഓരോ രീതിയിൽ ഭരിച്ചു. ആദ്യമേ മോശയായിരുന്നു. മോശയുടെ മരണശേഷം യോശുവ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ കഴിഞ്ഞിട്ട് ന്യായാധിപന്മാർ ഭരിച്ചു. ന്യായാധിപന്മാർ കഴിഞ്ഞിട്ട് ശമൂവേൽ രാജാവിനെ നിയമിച്ചു. ആദ്യമേ ശൗൽ രാജാവിനെ നിയമിച്ചു. പിന്നെ ദാവീദ് രാജാവ് വന്നു. ദാവീദ് രാജാവ് വന്ന് ഭരിച്ചിരുന്നു ഇസ്രായേൽ ജനങ്ങളെ. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ ഓരോ സമയത്തും ഓരോ ഇസ്രായേൽ ജനങ്ങളെ ഓരോ രാജാക്കന്മാർ ഭരിച്ചു വരുന്നു. കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ദാവീദ്, ശലോമോൻ എന്നുള്ള രാജാക്കന്മാർ, ദാവീദും ശലോമോനും ദൈവത്തെ ആരാധിച്ചിരുന്നു. ചില സമയത്ത് അവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവം അതിനെ ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം തന്നെ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്.
ഇവിടെ 2 രാജാക്കന്മാർ 21:16 നാം കാണുന്നു, മനശ്ശ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അനിഷ്ടമായ കാര്യങ്ങൾ മനശ്ശ എന്ന രാജാവ് ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവന് ശിക്ഷ കിട്ടുന്നുണ്ട്. പിന്നെ ആമോൻ ഭരിക്കുന്നുണ്ട്. ആമോൻ എന്ന രാജാവും ദൈവത്തെ കോപിപ്പിക്കുന്നു, തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നു. യഹോവയായ ദൈവത്തെ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാതെ തെറ്റുകൾ ചെയ്യുന്നു. പിന്നെ അവസാനം നമ്മൾ കീവേഡായിട്ട് എടുത്തതായ, നമ്മുടെ താക്കോൽ വാക്യമായിട്ടും എടുത്തതായ 2 രാജാക്കന്മാർ 23-ാം അധ്യായം 23-ാം വാക്യം. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. ആമോന് ശേഷം യോശിയാവ് എന്ന രാജാവ് ഇസ്രായേൽ ജനങ്ങളെ ഭരിക്കുവാൻ തുടങ്ങി. 2 രാജാക്കന്മാരിലും ദിനവൃത്താന്തം 34-ാം അധ്യായത്തിലും ഇത് എഴുതിയുണ്ട്. 2 രാജാക്കന്മാർ 21, 22, 23 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 2-ാം വാക്യത്തിൽ അങ്ങനെ കാണാം. ഈ യോശിയാവ് എന്ന രാജാവ് തൻ്റെ പിതാവായ രാജാവിന് ശേഷം, പിതാവായ രാജാവ് മരണപ്പെടുമ്പോൾ മക്കൾ ഏതു പ്രായത്തിലായാലും അവരെ ജനങ്ങൾ രാജാവാക്കും. അവരുടെ പേരിൽ മന്ത്രിമാർ ഭരിക്കും. അങ്ങനെ യോശിയ രാജാവ് ഭരണം ഏറ്റെടുത്തപ്പോൾ, സീറ്റിൽ ഇരുത്തിയപ്പോൾ, രാജസിംഹാസനത്തിൽ ഇരുത്തിയപ്പോൾ അവന് 8 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. 2 ദിനവൃത്താന്തത്തിലും അത് രേഖപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. 8 വയസ്സുള്ള ആൾ മന്ത്രിമാർ ചുമതലയേക്കും, ഭരിക്കും. അങ്ങനെ 18 വയസ്സായപ്പോൾ, 8 വയസ്സ് മുതൽ 18 വയസ്സ് ഉള്ളപ്പോൾ യോശിയാവിനെ കുറിച്ച് പറയുന്നത്, യോശിയാവ് നല്ലവനും ദൈവത്തെ ആരാധിക്കുന്നവനും ആയിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ യോശിയാവിന് 18 വയസ്സായപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ആരാധിക്കേണ്ടതായ ക്രമത്തിൽ അതുവരെയുള്ള മുൻ രാജാക്കന്മാർ തെറ്റിപ്പോയപ്പോൾ, ദൈവത്തെ ആരാധിക്കാതിരുന്നപ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരുന്നപ്പോൾ, പെസഹ ആചരിക്കാതെ വന്നപ്പോൾ അവരെ ദൈവം ശിക്ഷിച്ചു. ഇവിടെ യോശിയാവ് തൻ്റെ 18-ാം വയസ്സിൽ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ബൈബിൾ 2 രാജാക്കന്മാരിൽ വർണ്ണിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോശിയാവിനെ കുറിച്ച് പറയുന്നത്, യോശിയാവ് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ദൈവിക വഴിയിൽ തന്നെ നടന്നു. യോശിയാവ് 18-ാം ആണ്ടിൽ പെസഹയുടെ മോഡൽ രീതിയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി. തൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന മന്ദിരത്തിൽ നേരത്തെയുള്ള രാജാക്കന്മാർ കാര്യമായിട്ട് എടുക്കാതെ ഇട്ടിരുന്നതായ ദൈവത്തിൻ്റെ മോശയുടെ ചുരുളുകൾ, ദൈവത്തെ ആരാധിക്കേണ്ടത് ക്രമങ്ങൾ വായിച്ച് യോശിയാവ് അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ തടിയിൽ ചാരി നിന്ന് ദൈവത്തെ ആരാധിക്കാമെന്ന്, തുടർന്ന് ദൈവത്തെ ആരാധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അത് കേട്ട് രാജാവ് പ്രതിജ്ഞ ചെയ്താൽ, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്താൽ, ശേഷം ജനങ്ങളെല്ലാം അത് ചെയ്യും. ശേഷം ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. ഇസ്രായേലിന് എപ്പോഴുമുള്ളതായ ഒരു കടമയാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പെസഹ രീതിയിൽ അവർ ആരാധിക്കുന്നു. അങ്ങനെ യോശിയാവ് മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന് ഏറ്റവും നല്ലവനായി ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ കുഴപ്പത്തിൽ നിന്നൊക്കെ മാറിപ്പോയി. യോശിയാവിൻ്റെ
ഒരു യുദ്ധത്തിൽ തോറ്റുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചാലും ചിലപ്പോൾ അത് പരാജയം വന്നു എന്നിരിക്കാം. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും ചിലർക്ക് നല്ല രീതിയിലായെന്നിരിക്കാം. ചില രാജ്യത്തൊക്കെ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നില്ല. അവരുടെ രാജ്യങ്ങൾ നല്ല നിലനിൽപ്പിലും നല്ല അനുഗ്രഹത്തിലും പോകുന്നുണ്ട്. അന്നേരം ദൈവത്തെ ആരാധിക്കാത്തവരെയും ദൈവം നടത്തുന്നുണ്ട്. ചില സമയത്ത് തെറ്റിന് ശിക്ഷ കൊടുക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ദൈവത്തോട് ആരാധിക്കാഞ്ഞിട്ടാണ് ചിലർക്ക് കുഴപ്പങ്ങൾ. എന്നാൽ എപ്പോഴും അങ്ങനെയല്ല. ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവത്തെ ആരാധിക്കാത്തവരെയും ദൈവം പരിപാലിക്കുന്നു. തൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുന്നത് ദൈവം ചുമതലയായിട്ടെടുത്ത് എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ ചില സമയത്ത് വലിയ തെറ്റുകൾ ചെയ്യുന്നവരെ ശിക്ഷ കൊടുക്കുമെന്നുള്ളത് ഒരു ശരിയായ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യോശിയ രാജാവ് പെസഹ മുഖേനെ ദൈവത്തെ ആരാധിച്ചിരുന്നെങ്കിൽ കാലങ്ങൾ വീണ്ടും കടന്നുപോയി, പല വർഷങ്ങൾ കടന്നുപോയി. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അവിടെ പെസഹ ആടിനെ യാഗമാക്കിയതുപോലെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാം പാപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം യാഗമായാൽ സർവ മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കും എന്ന കണക്കുകൂട്ടലിൽ മനുഷ്യർ ആരാധിക്കുകയാണ് യേശുക്രിസ്തുവിനെ. ആ യേശുക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ, ദൈവം കാണപ്പെടാത്ത ദൈവമാണെങ്കിൽ പ്രകൃതിയെയും പ്രകൃതിമണ്ഡലത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സർവമാനവരാശിയെയും രക്ഷിച്ചതായ, സർവമാനവരാശിയെയും ഉളവാക്കിയതായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യ രൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. എല്ലാ മനുഷ്യരുടെയും, ജനിക്കുവാനുള്ള മനുഷ്യരുടെയും, വീണ്ടും വീണ്ടും കാലങ്ങൾക്ക് ശേഷം ജനിക്കുവാനുള്ളവരുടെയും എല്ലാ മനുഷ്യരുടെയും പാപം സ്വീകരിച്ചുകൊണ്ട് തന്നെ ക്രൂശിതനാകുമ്പോൾ ദൈവം അവരുടെ പാപം ദൈവത്തിന് പാപത്തെ ക്ഷമിക്കാൻ, ദൈവം പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതായ ഒരു പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിളിൽ നിന്നും യേശുക്രിസ്തു മാനവവർഗത്തിൻ്റെ സർവരുടെയും പാപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്രൂശിതനായി. അങ്ങനെ ക്രൂശിതനായപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ സ്വീകരിച്ച് പാപികളായ ജനങ്ങൾ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പാപികളായ ജനങ്ങൾ ഒരുപ്പെട്ടുവെന്നാണ്. അങ്ങനെ പാപികളായ സർവ്വ ആൾക്കാരും ചേർന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. റോമ ഗവൺമെൻറ്റിലെ പടയാളികൾ ചെയ്തു. അവർക്ക് ഓർഡർ കൊടുത്തു റോമ ഭരണകൂടം. അന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്നതായ റോമ ഗവൺമെൻറ് നിയമമനുസരിച്ച്, അന്നത്തെ നിയമമനുസരിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ദൈവം അയച്ചതായ പദ്ധതിക്ക് പാപികളായ ജനങ്ങൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ചപ്പോൾ ചിന്തിയ രക്തത്തിൽ സർവ മാനവരാശിയുടെയും പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ യേശുക്രിസ്തു കുരിശിതനായി മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം അതിവെളുപ്പിന് താൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെയും യേശുക്രിസ്തു ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട്, എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് ശേഷമായിട്ടുള്ളതായ പിന്നെ ജനിക്കുന്നതായ ജനങ്ങളെയെല്ലാം, അവരുടെയെല്ലാം പാപങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതുവരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് ആയിരുന്നു. പിന്നീട് അതിനുശേഷം ദൈവം
തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പ്രാർത്ഥന സ്വീകരിക്കുവാനും മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിക്കുവാനുമുള്ളതായ ഒരു കടമ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തതായാണ് വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നാം വീണ്ടും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിലും തെറ്റില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവമാണ് എല്ലാത്തിൻ്റെയും വഴി നടത്തുന്നത്. പ്രകൃതിയെയും ഭൂമണ്ഡലത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം എല്ലാവരെയും വഴി നടത്തുന്നു. ദൈവത്തെ ആരാധിക്കുക. പെസഹായ്ക്ക് യാഗമായ ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ യേശുക്രിസ്തു ക്രൂശിതനായപ്പോൾ, യേശുക്രിസ്തു തൻ്റെ വിശുദ്ധ രക്തം ചിന്തിയപ്പോൾ മനുഷ്യരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം പിന്നെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. നാം ദൈവത്തെ ആരാധിക്കണം. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം, യേശുക്രിസ്തുവിനെ ആരാധിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി നാം ദൈവത്തെ ആരാധിക്കാം. അത് ബാഹ്യമായിട്ടുള്ളതായ ഒരു പ്രാർത്ഥന മാത്രമാകരുത്, മനസ്സുകൊണ്ടാണ്. 42-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് അടുക്കുവാൻ കാക്ഷിക്കുന്നു. മൈ സോൾ തേസ്റ്റ് ഫോർ ഗോഡ്, ഫോർ ദ ലിവിങ് ഗോഡ്. ജീവിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് എൻ്റെ ആത്മാവ് ചെല്ലുന്നതിന് എൻ്റെ ആത്മാവ് ദാഹിച്ചിരിക്കുന്നു. ഇവിടെ മാനിനോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാൻ വെള്ളം കുടിക്കുവാൻ വേണ്ടി മറ്റുള്ള മൃഗങ്ങളെ ഭയന്ന് ജീവിക്കുന്നതായ ഒരു മൃഗമാണ് വനത്തിൽ മൃഗങ്ങൾ. മാൻ എന്ന മൃഗം, ആ മൃഗത്തിന് വെള്ളം കുടിക്കുവാൻ എപ്പോഴും ഒന്നും സാധിക്കത്തില്ല. അത് ദാഹം കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റു മൃഗങ്ങൾ അവയെ ഓടിക്കുന്നത്. അങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെട്ട് അതിന് നീർത്തോടിൻ്റെ അടുത്ത്, അതായത് വനത്തിലുള്ള അരുവികളുടെ അടുത്ത് പോയി വെള്ളം കുടിക്കണം. എവിടെയാണ് ശത്രു? അരുവികളിലും ശത്രുക്കളാണ്. അരുവികളിലും വെള്ളത്തിലും ദുർജീവികളുണ്ട്, മാനിനെ പിടിക്കത്തക്കോണമുള്ള. അതേപോലെ മൃഗങ്ങളും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വെള്ളം കുടിക്കുവാൻ ദാഹിച്ച് പൊരിഞ്ഞിരിക്കുന്നതായ മൃഗത്തോട് ഉപമിച്ചു. അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതിന് മറ്റ് മൃഗങ്ങളുടെ ആക്രമണമില്ലാതിരിക്കുമ്പോഴാണ് വെള്ളം കുടിക്കാൻ പോകുന്നത്. മാൻ വെള്ളം കുടിക്കാൻ ചെല്ലുന്നിടത്തും മറ്റ് മൃഗങ്ങളും കാത്തിരിക്കും മാൻ വരുമ്പോൾ പിടിക്കാൻ വേണ്ടി. അങ്ങനെ ആ രീതിയിലാണ് ഏറ്റവും ദാഹിച്ചു കഴിയുന്നതായ ഒരു മൃഗമാണ്. എപ്പോഴും പോയി വെള്ളം കുടിക്കുവാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് മൃഗത്തെക്കുറിച്ച്, മാനിനെക്കുറിച്ച് ഇവിടെ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഏറ്റവും ദാഹം കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്രയും ദാഹമായിട്ട് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തെ കാണുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കാക്ഷിക്കുന്നു. ദൈവത്തോട് ആരാധന ചെയ്യാൻ, യേശുക്രിസ്തുവിനോട് ആരാധന ചെയ്യുവാൻ വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിനെ, ആ സൃഷ്ടിച്ചതായ ദൈവത്തിനെ, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യൻ കടമപ്പെട്ടതാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നാമും യേശുക്രിസ്തുവിനെ ആരാധിക്കാം. വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, പാപത്തിൽ നിന്നും പരിഹാരം കൊടുക്കേണ്ടതിന്, പാപങ്ങളുടെ ക്ഷമയ്ക്കു വേണ്ടിയും മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുവാനും വേണ്ടി ദൈവം യേശുക്രിസ്തുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടതായിട്ട് വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ യേശുക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കുക. നമ്മുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. നമ്മുടേതായ പെസഹ നമ്മളുടെ മനസ്സിൽ നിന്നാകണം. അങ്ങനെ മനസ്സിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നൊരിക്കൽ നാം കടന്നുപോയി കഴിയുമ്പോൾ ഈശ്വരാത്മാവിൻ്റെ അടുത്ത്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അടുത്ത്, യേശുക്രിസ്തുവിനോടൊത്ത്
ഈശ്വരാത്മാവിൻ്റെ അടുത്ത് നമ്മുടെ ആത്മാവ് ചെല്ലും. അവിടെയും നാം സ്വർഗത്തിൽ എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലാണ് നാം ഈശ്വരനെ ആരാധിക്കുന്നത്. അവിടെയും എപ്പോഴും ആരാധിച്ച് സന്തോഷത്തിൽ കഴിയും. ആരാധിക്കുന്നവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആരാധിക്കുന്നവർക്ക് മനസ്സന്തോഷമുണ്ട്. അങ്ങനെയുള്ളതായ ആരാധനയാണ് നാം ഇവിടുന്ന് പോയാലും നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആത്മാക്കൾ, മനുഷ്യരുടെ ആത്മാക്കൾ യുഗാന്തരങ്ങൾ അവിടെ കാണും. അതായത് സർവരുടെയും അനുഗ്രഹം അവിടെ കിട്ടും. അതിന് ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിന് ശക്തിയുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കുക. ശരീരത്തിന് ശക്തിയുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നാം ആരാധിക്കുക. അങ്ങനെ ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ തൃത്വ ദൈവത്തെ ആരാധിക്കുക എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. നാം ആരുടെയും പ്രേരണ കേട്ടിട്ടല്ല, ആരുടെയും പ്രേരണയാലല്ല, സ്വന്തം മനസ്സോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ജനത്തെ ദൈവം വഴി നടത്തും. ആ ജനങ്ങൾ ദൈവത്തെ അറിയുന്നത് മുതൽ, താൻ ഓർമ്മയുള്ള നാൾ മുതൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടേയിരിക്കും. കഴിഞ്ഞുപോയ കാലത്തിൽ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച്, യേശുക്രിസ്തുവിനോട് ക്ഷമ ചോദിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, വീണ്ടും അവരവരുടെ പാപപരിഹാര യാഗമായി തീർന്ന യേശുക്രിസ്തുവിനോട് യാചിച്ച്, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥന കഴിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷപ്പെടും. ആ ആത്മാവ് രക്ഷപ്പെടുന്നതായ ആത്മാവ്, അതിനാണ് ക്രിസ്തീയ രീതിയിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തോട് ക്ഷമ ചോദിച്ച്, യേശുക്രിസ്തുവിനോട് ക്ഷമ ചോദിച്ച്, വീണ്ടും ആരാധന നടത്തി. ആരാധന എന്നുള്ള ഒരു കാര്യത്തിന് ഇന്ന രീതിയിൽ ഇവിടെ വെച്ച് അവിടെ വെച്ചൊന്നൊന്നുമില്ല. തൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് തൻ്റെ മനസ്സിൽ ദൈവത്തെ ആരാധിക്കണം. മറ്റുള്ളവരുടെ പ്രേരണയാലല്ല. ദൈവത്തെ ആരാധിക്കുന്നവരെ അവരുടെ ആത്മാവ് ചെന്നെത്തുന്നത് ഈ ഭൂമിയിലും അനുഗ്രഹമായിരിക്കും. ആരാധിക്കുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടും. അവർ എന്നെങ്കിലും കടന്നുപോയി കഴിയുമ്പോൾ, ഈശ്വരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഈശ്വരനോട് ചേർന്ന്, ഈശ്വരൻ്റെ അടുത്ത് നമ്മളുടെ ആത്മാക്കൾ, മനുഷ്യരുടെ ആത്മാക്കൾ ഈശ്വരനെ ആരാധിച്ചു കൊണ്ടിരിക്കും. അതിനെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ യോശിയാവ് പറയുന്നത് പോലെ, യോശിയാവ് എന്ന രാജാവ് നാം താക്കോൽ വാക്യമായിട്ട് എടുത്തെടുത്ത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുവാൻ യോശിയാവ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. യോശിയാവ് രാജാവായിരുന്ന യോശിയാവ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാനാണ്. നാം ഇവിടെ താക്കോൽ വാക്യമായിട്ടെടുത്ത വാക്യം 2 രാജാക്കന്മാർ 23:21. യോശിയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് പെസഹ ആചരിച്ചു, പ്രാർത്ഥന ആചരിച്ചു. അതുപോലെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കുന്നതായ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ നാമും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നമുക്കും യഥാർത്ഥ ഒരു പെർഫെക്റ്റ് രീതി ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ലഭ്യമാവും. ഇതുവരെയായിട്ട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.